എന്റെ പുതുവിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു മിനിറ്റ് ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി ശരിയായിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാൻ പോവാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുക്കാന്ന് പറഞ്ഞില്ല, അതുപോലെ കൊടുക്കാൻ പോവാം. പിന്നെ ഈ ഉറൂസിലെ ഇത് ശരിക്കും എന്റെ ഫിക്സിങ് തന്നെയല്ലേ, എനിക്കൊരു ചളങ്ങിയിരിക്കുന്ന ഫീൽ വരെ തോന്നുന്നു ബാക്കിൽ. പക്ഷെ കുഴപ്പമില്ലല്ലേ, ഇത് ഫിക്സിങ് തന്നെ ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഫുൾ മോഡൽ എടുത്ത, സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ല. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ കാണും, പക്ഷെ ഇത് ഞാൻ ഫുള്ളാ എടുത്തത്. ഇതാവാൻ ചാൻസ് ഇല്ല, ഇത് ചളങ്ങിയതൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഞാൻ കൊണ്ടുപോയി ഇടിച്ചിട്ടൊന്നുമില്ല എവിടെ. അപ്പൊ നമുക്കെന്തായാലും പോവാം. അപ്പം കൂട്ടാന്റെ വീട് അടുത്തായോണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ മഹീന്ദ്ര സ്കോർപിയോയും കൊണ്ട് എടുക്കാൻ പോവാണ്. മഹീന്ദ്ര സ്കോർപിയോ N, അതും കൂടെ ഞാൻ എടുക്കാൻ പോവാ. അപ്പം അത് ഈ വീഡിയോ തന്നെ ചെയ്യണോ അതോ വേറെ വീഡിയോ ആക്കിയാൽ മതിയോ? അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ചെയ്യാല്ലേ. പിന്നെ മഹീന്ദ്ര രണ്ട് പരിപാടിയുണ്ട്. ആദ്യം ആ വണ്ടി എടുത്ത് ഫ്രണ്ടിന് കൊടുക്കണം. ഞാൻ ശരിക്കും അതിന് മാത്രമാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്ത് പോവാന്നെ. പക്ഷെ പുതിയ വണ്ടി എടുക്കുന്നോണ്ട് നമ്മുടെ വണ്ടി ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അവരെ അടുത്ത് കൊണ്ടുവരാൻ പറയണം. അതുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, ആ കൊടുക്കാൻ പോകുന്ന ഫ്രണ്ടിനെ. അവന് ഓമിനി സ്വിഫ്റ്റ് ഉള്ള, പക്ഷെ ആ ഓമിനി ഓൾമോസ്റ്റ് കംപ്ലൈന്റ് ആയി. അവനെ അറിയത്തില്ല. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതൊക്കെ അവനെ അറിയാം, റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കാരണം അവൻ ഞാൻ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്. ഈ വണ്ടി വാങ്ങിച്ചതൊക്കെ പുള്ളിക്കാരനെ അറിയാം. പക്ഷെ ഞാൻ ഈ മറ്റേ വണ്ടി വാങ്ങിക്കാൻ പോകുന്നതോ ഇത് അവന് ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകുന്നോ ഒന്നും പുള്ളിക്കാരനെ അറിയത്തില്ല. വരുന്നെന്നാ പറയുന്നത്. കുറച്ചാ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയും. ശരിക്കും ഒരു ബോധമില്ല, ശരിക്കില്ല. അവനെ ഞാൻ പറഞ്ഞിട്ട് പോയി, ഒമിനി സ്വിഫ്റ്റ് അല്ല ഉള്ളത്, മഹീന്ദ്രയുടെ തന്നെ സ്കോർപിയോ ഉള്ളത്. സ്കോർപിയോ S11 പിന്നെ വേറെ ഏത് വണ്ടിയെന്നുള്ളത്. സ്കോർപിയോ S11 ഒന്നും അത്ര കോസ്റ്റ് ആവത്തില്ല അതിനൊക്കെ ഒന്നും. പിന്നെ വേറെ ഏത് വണ്ടിയെന്നുണ്ടെന്ന് ഞാൻ മറന്നുപോയല്ലോ. അവന്റെ വേറെ വണ്ടി S11. സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെ. S11 പിന്നെ ഉള്ള വണ്ടി ഏതായിരുന്നു ഗൈസ്? അവ ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല. ഞാൻ വണ്ടിയുടെ പേര് മറന്നുപോയി. എന്റെ വണ്ടിയുടെ പേര് അവനൊരു ഫോർച്യൂണർ ഉണ്ട്. പക്ഷെ S11 നന്നായി ഓടുന്നുണ്ട്. ഫോർച്യൂണർ കുറെ പഴയതായി. സോ ഞാൻ പറഞ്ഞു എത്തിപ്പോയതാ. ഫോർച്യൂണർ കുറെ പഴയതായി. ഫോർച്യൂണർ ആദ്യം എടുത്തതെന്തോ, S11 ഈ അടുത്തെന്തോ എടുത്തത്. അത് ഭയങ്കര ഓൾമോസ്റ്റ് കടകടയായി. അതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു അവന്. അത് ടാറ്റ നാനോ എന്തോ ആയിരുന്നു. അത് ഇതുപോലെ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തതാ. അവൻ എത്താറായെന്ന് തോന്നുന്നു. നോക്കാം ഗൈസ്, പുള്ളിക്കാരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ടേ പോണ്ടേ? പിന്നല്ലാതെ ഫ്രണ്ടിനെ പോവാം. പിന്നെ നിന്റെ ഏത് വണ്ടിയിൽ കംപ്ലൈന്റ്? ഫോർച്യൂണല്ലേ കടകടയെന്ന് പറഞ്ഞ? ഇത് അടുത്തെടുത്ത വണ്ടിയാ. അത് കുഴപ്പമില്ല. മറ്റേ കടകടയും അത് നീ എപ്പോഴെങ്കിലും കൊണ്ട് വിളിക്കാം. ഞാൻ അറിയാതെ നിന്റെ വണ്ടി എന്തോന്ന് മറ്റേ സ്വിഫ്റ്റ് ഓമിനിയാന്ന് പറഞ്ഞു. നീ പാസ് ഇരിക്കുകയാണ്. അതൊക്കെ എന്റെ പഴയ വണ്ടി. നിനക്ക് ആ വണ്ടി ഉണ്ടായിരുന്നല്ലേ? സോറി. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. പോവാം. നീ വണ്ടി എടുത്തേ. ഓക്കെ ഗൈസ്, അങ്ങനെ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് ചിലപ്പോ പൊട്ടിക്കുന്നില്ല ഗൈസ്. സർപ്രൈസ് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ആ വണ്ടി എടുക്കാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. സർപ്രൈസ് പൊട്ടിക്കും. എന്റെ വണ്ടി പിന്നെ വേറൊരു കാര്യം കൊണ്ട് എന്റെ വണ്ടിയില്ലേ ഡിഫറെന്റ്. അത് ശരിക്കും ഞാൻ അലോയ്സും കൂടെ അലോയ്സിന്റെ വൈറ്റ് മാറ്റി അതിന് ഞാൻ കളർ കൊടുത്തു. ഞാൻ പിന്നെ അത് പുതിയ ടയറും കൂടെ. പഴയത് ഓൾമോസ്റ്റ് തേഞ്ഞായി. പഴയ ടയറല്ലേ, അതുകൊണ്ട് ഇതാണ് ഞാൻ കൊടുത്തത്. ഓക്കെ
ഇവിടെയാണ് ഗൈസ് കിടക്കുന്നത്. കാർ ഇസ് ഹിയർ. ഫ്രണ്ട് നിർത്തിക്കോ. ഫ്രണ്ടില്. ചേട്ടാ വണ്ടി എന്തായി? ഫുള്ള് റെഡി ആക്കിട്ടോ. നോക്കി. ബാക്കിൽ മാത്രം ഇങ്ങനെ യെല്ലോ. അത് ചെയ്തപ്പല്ലേ ബാക്കിൽ ഇതാക്കാം. അല്ല, ബാക്കിൽ ഓൾമോസ്റ്റ് ഗോൾഡ് അല്ലേ? അല്ല, ഇത് യെല്ലോ ആയ ഗൈസ്. ഇത് ഗോൾഡാ കൊടുത്തേക്കുന്നത്. ബാക്കിൽ ചെറിയ യെല്ലോ ഇഷ്ടം. കുഴപ്പമില്ല. കാശ് ജീപ്പേ എടുത്തിട്ടെ. ശരി. ശരി സാർ, ശരി. ഫ്രണ്ട്, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ്? ഇനി മുതല് ഈ ഡിഫൻഡർ നിന്റെ സ്വന്തം. ഫ്രണ്ട് ശരിക്കും? അതെ, കാരണം ഞാൻ വീണ്ടും ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവാ. അപ്പൊ ഡിഫൻഡർ മാറ്റാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഡിഫൻഡർ എടുത്തോടാ. പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ തരുമോ? ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാൻ വേണമെന്നില്ല. കുഴപ്പമില്ല. പിന്നെന്ത് തരാം, നമ്മള് ഫ്രണ്ട്സ് അല്ലേ. ഓക്കെ. ഞാൻ എന്നാലും കാര്യം ചെയ്യട്ടെ. ഈ സ്കോർപ്പിയോ ഉണ്ട് വീട്ടിൽ. എനിക്ക് ഡിഫൻഡറില് നേരെ അങ്ങോട്ട് വാ. നീ എന്നെ അവിടെ ഇറക്കിയിട്ട് പിന്നെ നീ വേണമെങ്കിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് വയ്ക്കുമോ? ശരി ഫ്രണ്ട്, ശരി. ഓക്കെ ഗൈസ്, ഞാനാ ഗൈസ് വണ്ടി കൊടുക്കുന്നത്. നേരത്തെ അവനെ നോക്കിയാൽ ഓക്കെ. നമുക്കെന്തായാലും നേരെ ഷോറൂമിലോട്ട് പോവാം. ഒരു മിനിറ്റ്. എന്താ ഫ്രണ്ടിന്? എന്താ? ഒരു മിനിറ്റ് ഫ്രണ്ട്. അല്ല, ഇതിപ്പോ ഗോൾഡ് ആയാലും ഞാൻ അവിടെ വെച്ച് കണ്ടപ്പം അത് നിനക്ക്. പക്ഷെ ഈ സൈഡ് യെല്ലോയിഷ് ആയതുപോലെ. അപ്പൊ ഇത് വല്ല മാറുന്ന തിളങ്ങുന്ന വല്ല ഇതാണോ എന്തോ? അതെന്തായാലും ഓട്ടോ പറഞ്ഞില്ല. നീ വന്ന് വണ്ടി കയറി. സൂക്ഷിച്ചേ, അവസാനം വീണ്ടും പണിയായ പിന്നെ പണി ഞാൻ സൂക്ഷിച്ചത്. അല്ല, പെട്ടെന്ന് ഇതുപോലെ റോഡിൽ വണ്ടി പോകുന്നു. അതുപോലെ ഞാനല്ലേ ഈ ഓഫറൊന്നും ചെയ്തല്ലോ. ഇവിടെ ഇട്ട് ഓടിക്കണ്ട പറപ്പിച്ചു വിടുക ഗാസ്. പിന്നെ വേറെ കാര്യം, ഇതിന്റെ പവറും ചെറുതായി കൂട്ടിയിട്ടുണ്ട്. മുന്നേ ഇടിച്ചപ്പോ കുഴപ്പമൊന്നുമില്ലേ, സൗണ്ടൊന്നും വന്നില്ല. പവറും കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ടേ, നീ വണ്ടി കണ്ടിട്ട് നേരെ ആണെങ്കിൽ തിരിച്ചു പോയിക്കോ. ഓക്കെ ഫ്രണ്ട്. ഓക്കെ ഐസ്, നമുക്ക് വണ്ടിയുടെ ഡെലിവറി എടുക്കാം. വേർ ഇസ് മൈ കാർ? ദിസ് ഈസ് മൈ ബ്രാൻഡ് ന്യൂ കാർ. അപ്പൊ നമുക്ക് എന്തായാലും ഡെലിവറി എടുത്തേക്കാം. നീ നേരെ വീട്ടിലോട്ട് വാ. ഫ്രണ്ട് വണ്ടി, എന്റെ വണ്ടിയൊക്കെ കണ്ട് സൂപ്പറാണ്. എന്റെ വണ്ടി അവിടെ കിടക്കുക. അവ ഇപ്പൊ പോവും വീട്ടിലേക്ക്. നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക്. ഞാൻ എന്റെ ബൈ പറഞ്ഞു. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ബ്രാൻഡ് സ്കോർപിയോ. ഒക്കെ പോയിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമില്ല, രണ്ട് വണ്ടിയും ചെറുതായിട്ട് ഇല്ല. രണ്ട് വണ്ടിയും വലിയ വണ്ടി. പക്ഷെ ഒരു കാര്യമാണ്, ഞാൻ ആലോചിക്കുക, ഈ പുറത്ത് ട്രിപ്പൊക്കെ പോകുമ്പോ നമുക്ക് ഈ വണ്ടി എടുക്കാം. പോകാൻ ആരും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാനും എന്റെ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ അല്ല, ഞാൻ ഇതുപോലെ ഭാവി ഒന്നും തോന്നരുതേ. അപ്പൊ ഗൈസ്, കല്യാണമൊക്കെ കഴിച്ചിട്ട് ആ സമയത്തൊക്കെ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വണ്ടി യൂസ്ഫുള്ളാണ്. കാരണം ഇതിന് എത്ര 8 സീറ്റാ ഉള്ളത്. ഇതിന് ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. ഇനി എന്റെ വീട്ടിൽ ഷീറ്റ് അടിക്കണോന്ന് ആലോചിക്കാം. പക്ഷെ വലുതേ ഉള്ളൂ, ചെറുതില്ല. അടിക്കാം. നമുക്ക് പതുക്കെ പോവാം. നേരെ വീട്ടിലേക്ക് പോകാം. ഞാൻ ഐശ്വര്യമായിട്ട് എന്റെ വണ്ടി ഞാൻ കുറച്ചുകൂടി ഇതുള്ളൂ. കാരണം ഇതിന് ഡിക്കിയുടെ സ്പേസ് ചെറുതാണ്. ഇതിന് പക്ഷേ 8 സീറ്റാണോ 8 or 7 സീറ്ററോ ആണ്. 8 സീറ്റർ വണ്ടിയാണ്. അപ്പൊ ഇതാണ് എന്റെ ബ്രാൻഡ് ന്യൂ വണ്ടി. അപ്പൊ ബ്ലാക്ക് മാഫിയ. ഞാൻ ബ്ലാക്ക് മാഫിയ.
ഇത് അവിടെ എടുത്തിടണോ? അപ്പൊ ഇത്രയുള്ള ഗൈസ് ഈ വീഡിയോ. അങ്ങനെ പുതിയ വണ്ടി ഫൈനലി വാങ്ങിച്ചു. ഇനി പുതിയ പുതിയ എഡിഷൻ കണ്ടാലേ. ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടെ, ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടില്ല, അത് ബ്ലാക്ക്. ബൈ 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 ബൈ.